എന്നെ ഇന്റിമേറ്റ് ആയിട്ട് അറിയാവുന്ന കുറച്ച് ആളുകൾ എന്റെ അടുത്ത് കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിവോഴ്സ്ഡ് ആയിട്ട് എന്തുകൊണ്ട് ഇത് സോഷ്യൽ മീഡിയ പറഞ്ഞില്ല എന്നുള്ളത്. ഡിവോഴ്സ്ഡ് ആയി എന്നും പറഞ്ഞിട്ട് ഇപ്പൊ മിണ്ടാതിരിക്കോ അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകാതിരിക്കോ ഒന്നും ഇല്ലല്ലോ. ഡിവോഴ്സ്ഡ് എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല, അത് എനിക്കും അറിയാം. പക്ഷേ അല്ല, അത് എന്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആരുടെയും കയ്യിലെ കുഴപ്പം കൊണ്ടല്ല, അത് അവരുടെ കയ്യിലെ കുഴപ്പം കൊണ്ട്. അങ്ങനെ സാറ ജോസഫ് അവരുടെ ലൈഫ് സ്റ്റോറി പങ്കുവെച്ചുകൊണ്ട് നല്ല യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സാറ ജോസഫിനെ അറിയാലോ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ആൾ അത്യാവശ്യം ഫേമസ് ഒക്കെയാണ്. സോഷ്യൽ മീഡിയയിൽ പലരും സാറയുടെ മാതാപിതാക്കളുടെ ഡിവോഴ്സിനെ കുറിച്ച് അപമാനകരമായിട്ടുള്ള കമന്റുകൾ ഇടാൻ തുടങ്ങിയതോടെയാണ് ഇത്രയും കാലം മറച്ചു വെച്ചിരുന്ന സത്യങ്ങൾ പുറത്തു പറയാൻ സാറ് തീരുമാനിച്ചത്. പക്ഷെ കാര്യങ്ങൾ ഇപ്പൊ തുറന്നു പറയുന്നത് സാർക്ക് റീച്ചും ഫെയിമും കൂട്ടാൻ വേണ്ടിയാണോ, ഇതൊക്കെ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണോ? നമുക്ക് അതിനെ കുറിച്ചൊക്കെ അവസാനം സംസാരിക്കാം. അതിനു മുമ്പ് സാറ് പങ്കുവെച്ച ലൈഫ് സ്റ്റോറി നമുക്കൊന്ന് നോക്കാം. സാറയുടെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, അത്യാവശ്യം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് സാറ. നമ്മൾ മെനിഞ്ഞാൻ തന്നെ സാറയുടെ ഒരു വീഡിയോ ചെയ്തിട്ടേ ഉള്ളൂ. സാറയുടെ വീഡിയോക്ക് താഴെ അഭിപ്രായം പറഞ്ഞ ഒരാളെ സാറ് വേണ്ടാതെ വിമർശിച്ചതിനെതിരെയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അതിനുശേഷമാണ് സാർ ഇപ്പോൾ ലൈഫ് സ്റ്റോറി പങ്കുവെച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി സാറയുടെ മാതാപിതാക്കളെ കുറിച്ച് പറയാനാണെങ്കിൽ, സാറ് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവർ സെപ്പറേറ്റഡ് ആവുന്നത്. സാറയ്ക്ക് ഒരു സഹോദരിയും അനിയനുമാണ് ഉണ്ടായിരുന്നത്. സാറുടെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയതിന്റെ റീസൺ ഒന്നും സാറ് വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ സാറുടെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയതിനു ശേഷം സാർ അനുഭവിച്ച മാനസികാവസ്ഥയെ കുറിച്ചൊക്കെയാണ് വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. നമുക്ക് എന്തായാലും സാർക്ക് പറയാനൊന്ന് കേട്ടോക്കാം. ഓർമ്മയില്ല, എന്റെ അപ്പനും അമ്മയും വളരെ സ്നേഹമായിട്ടും ഞാൻ എൻ്റെ ഈ ജീവിതത്തില് ഞാനും ചാച്ചനുള്ളൂ പിന്നെ ഇത്രയും സ്നേഹമായിട്ട് ജീവിച്ച ഒരു കപ്പിള് ഞാൻ കാണുന്നത്, ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ അപ്പനും അമ്മയായിരുന്നു വളരെ സ്നേഹമായിട്ടും എൻ്റെ അമ്മയ്ക്ക് പപ്പ ഇല്ലാതെ പറ്റില്ല, ആ രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്റെ പ്രായം, ഞാൻ 2ാം ക്ലാസ്സിൽ, എന്റെ 2ാം ക്ലാസ്സിലെ ഓർമ്മയാണ് കേട്ടോ. ഞങ്ങള് ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. എന്റെ അമ്മയുടെ വീട്ടുകാർക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ആയിരുന്നു ഫിനാൻഷ്യലി. അപ്പൊ അങ്ങനെയൊന്നും ഞങ്ങൾ ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടോ പട്ടിണിയോ ഒന്നും അറിഞ്ഞിട്ടില്ല എന്റെ 2ാം ക്ലാസ് വരെ. പിന്നീട് ഒരു സുപ്രഭാതത്തില്, അത്രയും ഡീപ്പായിട്ട് ഞാൻ ഇതിൽ പറയുന്നില്ല എന്താ ഡിവോഴ്സ്ഡ് ആവാനുള്ള കാര്യം, അതിൻ്റെ അകത്ത് കുറെ വീട്ടുകാരുടെയൊക്കെ ഇടപെടൽ, ഒബിയസ്ലി അങ്ങനെയാണല്ലോ, അമ്മായിമ്മ പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ വന്ന് ഇവര് സുപ്രഭാതത്തിൽ സെപ്പറേറ്റഡ് ആയി. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്റെ കാര്യമേ ഞാൻ റിയലൈസ് ചെയ്ത കാര്യമേ എനിക്കറിയുള്ളൂ. എന്റെ ചേച്ചിയുടെ മനേന്റെയും അവരെന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം പെട്ടെന്ന് സുപ്രഭാതത്തിൽ വീട്ടിൽ പപ്പയില്ല. അമ്മയോട് ഞാൻ ചോദിക്കും, അമ്മേ പപ്പ എന്തിയെ? അമ്മ പറയാം, പപ്പ വേറെ വീട്ടിലാ, നമ്മളിനി ഒരുമിച്ചാണ്, പപ്പ വേറെ വീട്ടിലാ. അത്രയും ദിവസം പപ്പയും അമ്മയും ഒരുമിച്ച് ജീവിച്ചിട്ട് വേഗം സുപ്രഭാതത്തിൽ ഒരു വഴക്കുണ്ടാവുന്നു, പപ്പ ആ വീട്ടിൽ നിന്ന് പോകുന്നു. പിന്നീട് പപ്പ ആ വീട്ടിലില്ല. ഓക്കെ, അതൊരു പാർക്ക്. പിന്നെ ഞാൻ സ്കൂളിൽ പോവാം. പിന്നെ അമ്മ തന്നെ ഞങ്ങളെ 3 പേരും കൂടെ ഒരുക്കി സ്കൂളിൽ വിടുന്നു. സ്കൂളിൽ PTA മീറ്റിംഗ്, അതുപോലെ പേരൻസ് ഒക്കെ വരുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് വരാൻ അമ്മയില്ല. കാരണം ഞങ്ങൾ 3 പേരും പിന്നെ അമ്മയുടെ സംരക്ഷണത്തിലായി. അപ്പൊ അമ്മയ്ക്ക് ഓരോ തിരക്കുകളും കാര്യങ്ങളും, കൂടെ ഇറങ്ങിത്തിരിക്കാൻ പപ്പയില്ല. അപ്പം വേഗം സ്കൂളിലുള്ള ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങുന്നു, അതുപോലെ എന്റെ പപ്പയും അമ്മയും ഡിവോഴ്സ്ഡ് ആയി. അപ്പം എനിക്ക് പേരൻസ് മീറ്റിങ്ങിനൊന്നും വരാൻ ആരുമില്ല. അങ്ങനെ ഇവര് സെപ്പറേറ്റഡ് ആയി. ഞാൻ 3ാം ക്ലാസ്സിലാവാൻ ടൈം ആയപ്പോഴത്തേക്കും പപ്പ പോയല്ലോ, ഒബ്വിയസ്ലി പപ്പ പോയി. പിന്നെ അമ്മയും ഞങ്ങൾ 3 പേരുമായി. എന്റെ അനിയനെ അമ്മയുടെ വീട്ടിലോട്ട് അമ്മ കൊണ്ടാക്കി. കാരണം 3 പേരും കൂടെ അമ്മയ്ക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പൊ അമ്മയുടെ അമ്മ പറഞ്ഞു, ഇവനെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാനും ചേച്ചിയും പിന്നെ അമ്മയും മാത്രമായി. അപ്പൊ അമ്മയ്ക്ക് ഞങ്ങളെ നോക്കാൻ നിവൃത്തിയില്ലാതായി. അമ്മ ഞങ്ങൾ 2 പേരെയും കൂടെ ഒരു ബോർഡിങ്ങിൽ കൊണ്ടാക്കി. അന്നപ്പോഴത്തെ എന്റെ പ്രായം നിങ്ങൾ ആലോചിക്കുക. 3ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 8 വയസ്സ്. ആരോരും ഇല്ലാത്ത കുറെ കുട്ടികൾ മാത്രമുള്ള ഒരു ബോർഡിംഗ് സ്കൂള്. അത്രയും നാള് പപ്പായുടെയും അമ്മയുടെ സംരക്ഷണത്തില് വീട്ടില് ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് കളിച്ച് ടിവിയും കൊച്ചു ടിവിയൊക്കെ കണ്ട് ഭയങ്കര ജിൽജിലായിട്ടിരിക്കുന്ന ഞാനും ചേച്ചിയും വേഗം ഒരു സുപ്രഭാതത്തിൽ ആരാന്നൊന്നും അറിയാതെ, അമ്മയും പപ്പയും എന്റെ അനിയനും ഒന്നും ഇല്ലാതെ ഞങ്ങൾ അവിടെ. എന്തായാലും പുറമേ നല്ല പോലെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി. പക്ഷേ സാറ് 2ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആവും. അന്നത്തെ പ്രായത്തിൽ സാർക്ക് ഈ മാറ്റങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാറുണ്ടായിരുന്നില്ല. മക്കള് 3 പേരും അമ്മയുടെ കൂടെയായിരുന്നു ഡിവോഴ്സിന് ശേഷം ഉണ്ടായിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ മക്കളും സെപ്പറേറ്റഡ് ആവുന്നത്. അനിയൻ അമ്മയുടെ കൂടെ പോകുന്നു, ബാക്കിയുള്ള 2 പെൺമക്കളും ബോർഡിംഗ് സ്കൂളിലേക്ക് പോകുന്നു. ഈ ബോർഡിംഗ് സ്കൂളിൽ പോയത് ആരൊക്കെയാണ്? ഈ പറയുന്ന സാറയും സാറയുടെ സഹോദരിയും. അതുവരെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം പെട്ടെന്നൊരു ദിവസം ഇല്ലാതാവുന്നു. ആ ഒരു അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ആലോചിക്കാനും കൂടി വയ്യ അല്ലെ? ഞാൻ ആലോചിക്കാണ്, നമ്മുടെ ചുറ്റിലും കാണുന്ന എല്ലാവർക്കും എന്തോരം അനുഭവങ്ങളാണ് അല്ലേ? നമ്മൾ തന്നെ എത്ര വീഡിയോസ് ആണ് ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ബോർഡിംഗ് സ്കൂളിൽ പോയതിനു ശേഷം അത്ര സുഖകരമല്ലായിരുന്നു സാറുടെ ജീവിതം. ഇനിയിപ്പോ എത്ര സുഖ സൗകര്യങ്ങൾ ഉണ്ടായാലും ഒരു പ്രായം വരെ നമുക്ക് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടുക തന്നെ വേണം. മാതാപിതാക്കൾ ജീവനോട് ഉണ്ടായിട്ടും അവരുടെ സ്നേഹം കിട്ടാത്ത അവസ്ഥ അതിഭീകരമാണ്. പക്ഷെ മാതാപിതാക്കളുടെ സൈഡിൽ നോക്കുമ്പോൾ അവരെയും തെറ്റു പറയാൻ പറ്റില്ല. സാറുടെ അമ്മയാണെങ്കിൽ അവരുടെ ഭാവി മെച്ചപ്പെടുത്താൻ വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. എന്തായാലും ബോർഡിംഗ് സ്കൂളിൽ ചെന്നതിന് ശേഷമുള്ള ബാക്കി അനുഭവങ്ങൾ സാറ് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. അത്ര എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല.
സീരിയസ്ലി എനിക്ക് ഇപ്പോഴും ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ട്രോമയാണ്. രാത്രിയിൽ എനിക്ക് 3ാം ക്ലാസ് പ്രായമുള്ളപ്പം ഞാൻ രാത്രി എനിക്കറിയാത്ത ഒരു സ്ഥലത്ത് കുറെ സിസ്റ്റർമാരും കുട്ടികളും ഒക്കെ കൂടി കടന്നുറങ്ങുന്നത് ഇപ്പോഴും എന്റെ മനസ്സിൽ എനിക്ക് ഓർക്കാൻ പറ്റില്ല. കാരണം പപ്പയുടെ അമ്മയുടെ നടുക്കായിരുന്നു ഞാൻ കടന്നുകൊണ്ടിരുന്നത്. വേഗം പപ്പയും അമ്മയും ഇല്ല, വേറെ ആരും. പിന്നെ എനിക്കറിയാവുന്ന എന്റെ ചേച്ചി മാത്രമുണ്ട്. പിന്നെ അവിടെ അവര് നമ്മളെ കൂടെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കും, മുറ്റത്തെ പുല്ലൊക്കെ പറപ്പിക്കും, സിസ്റ്റർമാരുടെ തുണിയൊക്കെ നമ്മളെ കൊണ്ട് അലക്കിക്കും. അപ്പൊ നമ്മുടെ ഏജ് ആലോചിച്ചോണം, അങ്ങനെയൊക്കെ വളർന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ട്രോമ. അപ്പൊ അമ്മയെ കാണാൻ എനിക്ക് ഭയങ്കര കൊതിയാണ്. ഞാൻ രാത്രി കിടന്ന കാര്യം എനിക്ക് എന്റെ അമ്മയെ കാണണം, അമ്മയില്ലാതെ ഞാൻ ഉറങ്ങില്ല എന്ന് പറയും. അപ്പൊ സിസ്റ്റർമാർ വഴക്ക് പറയും നമ്മളെ, ഇപ്പൊ വേണേ കിടന്ന് ഉറങ്ങിക്കോ, ഇല്ലെങ്കിൽ ഇപ്പം ചൂരോടെ എടുത്തോണ്ട് വരും, അടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിയാണ്. കാരണം നമ്മളെ എന്നെ എന്റെ ചേച്ചി അനിയനെ ഒന്നും ഞങ്ങളുടെ വീട്ടിൽ ആരും അങ്ങനെ അടിച്ചിട്ടില്ല. എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കും, അവരവരുടെ മക്കളെ അമ്മമാരും അച്ഛന്മാരും അടിക്കില്ലല്ലോ. അപ്പൊ എനിക്ക് പേടി, അടിയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. അപ്പൊ ഞാൻ അങ്ങനെ പേടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണിക്കൂടെ വെള്ളം വന്ന് കടന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ഒലിച്ച് അങ്ങനെ ഏങ്ങലടിച്ച് ഞാൻ ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങളുണ്ട് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പപ്പ അറിയുന്നു ഞങ്ങൾ ഇതുപോലെ ബോർഡിംഗ് സ്കൂളിലാണ്. അല്ല, അതിനു മുന്നേ അമ്മ ഇടയ്ക്ക് കാണാൻ വരും കേട്ടോ. അമ്മ എന്തൊക്കെയോ കുറെ ജോലികൾ ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി, കാരണം ഞങ്ങളെ അമ്മയ്ക്ക് വളർത്തണ്ടേ. അപ്പം അമ്മ ഇടയ്ക്ക് കാണാൻ വരും. അന്ന് കുറെ മുട്ടായും ഇതൊക്കെ ആയിട്ട് അമ്മ വരും. ഞങ്ങളെ കണ്ട് കരഞ്ഞിട്ട് അമ്മ പോകുന്നത്, കാരണം അമ്മയ്ക്ക് നിവൃത്തിയില്ല. ഞങ്ങളെ അവിടെ വിട്ടിട്ട് പോകുന്നത് അമ്മയ്ക്ക് സങ്കടമാണ്, പക്ഷെ അമ്മയെ കൊണ്ട് നോക്കാൻ അമ്മയ്ക്ക് നിവൃത്തിയില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പപ്പ അറിഞ്ഞു ഞങ്ങൾ ഇതുപോലെ ബോർഡിംഗ് സ്കൂളിലാണെന്ന്. അപ്പൊ അങ്ങനെ പപ്പ ഞങ്ങളെ കാണാൻ വന്നു. പക്ഷേ കോടതി മുഖേന ഇവർ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളതുകൊണ്ടും ഞങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളായതുകൊണ്ടും പപ്പയുടെ കൂടെ വിട്ടില്ല ഞങ്ങളെ. അങ്ങനെ ഞങ്ങൾ വളർന്നു, 1 വർഷം ബോർഡിംഗ് സ്കൂളിൽ വളർന്നു. പിന്നെ തീരെ ഞങ്ങളെ പറ്റാതായപ്പോഴത്തേക്കും അമ്മ തിരിച്ചിങ്ങ് കൊണ്ടുവന്നു, കാരണം ഞങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അത്രയേറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് അവിടെ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. പണ്ട് ഈ കോൺവെന്റ് ബോർഡിംഗ് സ്കൂളുകളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഇവർ പണ്ട് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. കൃത്യസമയത്ത് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. കോൺവെന്റ് സ്കൂളിൽ പഠിച്ചവർക്കൊക്കെ ഏതാണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ ഇത്രയും കാലം അച്ഛനെയും അമ്മയുടെയും കൂടെ താമസിച്ച സാർക്ക് എന്തായാലും അതൊരു തടവറയായിരിക്കും. പക്ഷെ കൊച്ചുങ്ങളെ കൊണ്ട് സിസ്റ്റർമാരുടെ വസ്ത്രങ്ങളൊക്കെ കഴുകിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തി ആവാത്തത് കൊണ്ട് അച്ഛനെ ഇവരെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. എന്തായാലും കുറച്ചു കാലം ബോർഡിംഗ് സ്കൂളിലെ വാസത്തിന് ശേഷം ഈ പറഞ്ഞ സാറയും സഹോദരിയും അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു ചെല്ലുന്നുണ്ട്. പക്ഷെ തിരിച്ചു പോയിട്ടും അവർക്ക് അമ്മയെ വേണ്ട പോലെ കിട്ടിയിരുന്നില്ല. അമ്മക്ക് പല ജോലികൾക്കുമായി പോവേണ്ടത് കൊണ്ട് തന്നെ ഈ കുട്ടികളെല്ലാം ആന്റിമാരുടെ അടുത്താക്കിയിട്ടായിരുന്നു അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാറയ്ക്ക് ആദ്യമായി പീരീഡ്സ് ഉണ്ടാവുന്നത്. അതിനെക്കുറിച്ച് സാറ് പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും കേട്ടോക്കാം. പിന്നെ സുപ്രഭാതത്തിൽ അമ്മയുടെ ഒരു കസിന്റെ വീട്ടിലോട്ട് ചേച്ചിനെ മാറ്റി. കാരണം ചേച്ചിനെയും എന്നെയും കൂടെ ഒരുമിച്ച് അമ്മയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് എത്തിയിട്ട് പോകാൻ പറ്റില്ല, ജോലി കാര്യങ്ങൾ അങ്ങനെ. അപ്പൊ എന്നെ ഒരു രീതിയിൽ അമ്മയ്ക്ക് പേടിയില്ല, കാരണം ഞാൻ ആരെങ്കിലും എന്താണെന്ന് വെച്ചാൽ തിരിച്ച് ഏതാണെന്ന് ചോദിക്കുന്ന ക്യാരക്ടറാണ്. ഞാൻ എന്തുണ്ടെങ്കിലും വീട്ടിൽ പറയും, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ചേച്ചിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തപ്പോൾ ചേച്ചി മിണ്ടായിരിക്കും. ചേച്ചി അത്രയ്ക്ക് പാവം, ഭയങ്കര സൈലന്റ് ആണ് എന്റെ ചേച്ചി, ഭയങ്കര പാവമാണ്. ഇപ്പൊ 3 ഞാനാണ് ഇത്തിരി വാശിക്കാരിയൊക്കെ. അങ്ങനെ അമ്മയുടെ വേറൊരു കസിന്റെ വീട്ടിലോട്ട്, ഒരു ആന്റിയുടെ വീട്ടിലോട്ട് മാറ്റി. അങ്ങനെ കുറെ നാൾ ഞാനും അമ്മയും മാത്രമായി. അങ്ങനെ ചേച്ചിയും പോയി എന്റെ കൂടെ, ഞാൻ ഒറ്റയ്ക്കായി. എന്നിട്ട് ഇങ്ങനെ വളർന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പം ഒരു ദിവസം ഞാൻ എന്റെ ഫ്രണ്ടിനോട് ചൂണ്ടയിടാൻ പോകും. അമ്മയുടെ ജോലിക്ക് പോയി, ഞാൻ ചൂണ്ടയിടാൻ പോയി. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞാൽ, അന്ന് എനിക്ക് 6ാം ക്ലാസ്സിലാണ്, എന്റെ പട്ടം സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്. ഭയങ്കരമായ വയറുവേദന. ഇപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ വന്നപ്പോൾ എന്താ കാര്യം അറിയുന്നില്ല. ഞാനിങ്ങനെ വാഷ്റൂമിൽ കയറി മുള്ളാൻ നോക്കിയപ്പോൾ എന്റെ കയ്യിൽ ഇങ്ങനെ ചോര. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ എന്റെ ഇതിൽ ചോര, എനിക്ക് ഭയങ്കര വയറുവേദന, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ വേഗം കരഞ്ഞുകൊണ്ട് അമ്മ ഇതേ മുള്ളുന്നിടത്ത് ചോര വന്നു എന്ന് ഇങ്ങനെ കാണിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് അതാണ് പീരീഡ്സ്. അതിന് മുന്നേ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, കാരണം പറഞ്ഞു തന്നെ എനിക്ക് മനസ്സിലാവുന്ന പ്രായമല്ലായിരുന്നു. എന്റെ ചേച്ചിക്ക് പീരീഡ്സ് ആയത് ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞില്ല അവളെ കസിന്റെ വീട്ടിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് അവിടെ വെച്ചാണ് അവർക്കും പീരീഡ്സ് ആയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പനും അമ്മയും കൂടെ ഇല്ലാതെ ഞങ്ങൾ വളർന്ന സാഹചര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് പീരീഡ്സ് ആയി, അമ്മ പറഞ്ഞു ഇതാണ് പീരീഡ്സ്. അപ്പൊ പിന്നെ അമ്മയ്ക്ക് പേടിയായി. ഇനി അമ്മയ്ക്ക് ഒരു രീതിയിൽ എന്നെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് എവിടെയും പോകാൻ പറ്റില്ല, കാരണം ഞാൻ എത്ര ജില്ലയിലാണെന്ന് പറഞ്ഞാൽ പീരീഡ്സും കൂടെ ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ടെൻഷനായിട്ട് അമ്മ വേറൊരു ആന്റിയുടെ വീട്ടിലോട്ട്, ഞങ്ങളുടെ കസിൻ ആന്റിയുടെ വീട്ടിലോട്ട് തൽക്കാലത്തേക്ക് മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് പീരീഡ്സ് ആണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ജോലിക്ക് പോകണം, അപ്പോൾ ഇവിടെ ടേക്ക് കെയർ ചെയ്യണമെന്ന്. അന്ന് ആ പീരീഡ്സ് ആയ ദിവസത്തെ രാത്രി ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഇപ്പോഴും അറിയാം ഫുൾ ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, പാടൊക്കെ വെച്ചിട്ടുണ്ട്, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. എന്റെ മനസ്സിൽ ഫുൾ ഇപ്പൊ പപ്പായും അമ്മയും ഒരുമിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. അന്ന് പീരീഡ്സിനെ പറ്റി വല്ലതും അറിയത്തില്ല. അന്ന് ഭയങ്കര അസഹനീയമായ വയറുവേദന. അന്നും ഞാൻ കുറെ കരഞ്ഞ് എങ്ങനെയോ ആ ദിവസം രാത്രി ഉറങ്ങി. പിറ്റേ ദിവസം അമ്മ പിന്നെയും കാണാൻ വന്നു. അങ്ങനെ 7 ദിവസത്തെ പീരീഡ്സ് ആയിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും വളർന്നു. 3 പേര് 3 സ്ഥലത്തായിട്ട് വളർന്നു. കാരണം ഞങ്ങൾക്ക് ആരെയും കാണാനുള്ള ഓപ്ഷൻ ഇല്ല. എനിക്ക് എന്റെ അനിയനെ കാണാനുള്ള ഓപ്ഷൻ ഇല്ല, എനിക്ക് എന്റെ ചേച്ചിയെ കാണാൻ ഓപ്ഷൻ ഇല്ല. ഈ ആകാശദൂത് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ അകത്ത് എങ്ങനെയാണോ നമുക്ക് ഒരു വിഷൻ അവർ കാണിച്ചു തന്നിരിക്കുന്നത്, അതിന്റെ വേറൊരു എക്സാക്ട് വിഷനിലൂടെയാണ് ഞങ്ങൾ ജീവിച്ചത്. കാരണം എന്തായാലും ശരിക്കും സാറ് പറഞ്ഞതുപോലെ തന്നെ ആകാശദൂത് സിനിമയാണ് എനിക്ക് സാറിന്റെ അനുഭവം കേട്ടപ്പോൾ ഓർമ്മ വന്നത്. നിവർത്തികേട് കൊണ്ടൊരു അമ്മക്ക് മക്കളെ വേറെ ആൾക്കാരെ നോക്കാൻ ഏൽപ്പിക്കുന്ന ഗതികേടും നമ്മളിവിടെ കാണാണ്ട് പോരും. ഈ ആർത്തവ സമയം എന്ന് പറയുന്നത് തന്നെ ഒരു അമ്മയുടെ
സ്നേഹവും കരുതലും കൂടുതൽ കിട്ടേണ്ട സമയമാണ്. എന്തായാലും ഇതിനെല്ലാം ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ സാർ അച്ഛന്റെ കൂടെ താമസം ആരംഭിക്കുന്നുണ്ട്. ഇനി ഇതിനെനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അധികം ആൾക്കാരും സെപ്പറേറ്റഡ് ആയ പേരൻസിന്റെ കുട്ടികളെ കാണുന്നത് വേറൊരു കണ്ണിലൂടെയാണ്. അവരെന്ത് ചെയ്താലും ആദ്യം പറയണ എന്തായിരിക്കും, അപ്പനും അമ്മയും മര്യാദക്ക് നോക്കാതെ വളർത്തിയതല്ലേ, അപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നുള്ളതായിരിക്കും അല്ലേ. എന്നാൽ ഈ കുട്ടികൾ നല്ലത് എന്തെങ്കിലും ചെയ്താലോ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാർ കുറവുമായിരിക്കും. എല്ലാവർക്കും കുറ്റം കണ്ടെത്താൻ താല്പര്യം കാണത്തുള്ളൂ. ശരിക്കും ഡിവേഴ്സിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് എനിക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ശരിക്കും ഒത്തുപോവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ കുഞ്ഞുങ്ങളാവുന്നതിന് മുമ്പേ സെപ്പറേറ്റഡ് ആവുക എന്നുള്ളതാണ്. ഈ പ്രായമുള്ള ആൾക്കാർ പറയുന്നത് പോലെ ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും. ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ഡിവേഴ്സ് ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഡിവേഴ്സ് തന്നെ ചെയ്യണം കേട്ടോ. പക്ഷെ അങ്ങനെ ഡിവേഴ്സ് ആവുകയാണെങ്കിൽ അതൊന്നും കുഞ്ഞുങ്ങൾ എഫക്ട് ചെയ്യാതെ നോക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇവിടെ സാറിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, അമ്മയുടെ നിസ്സഹായാവസ്ഥ കണ്ട് 18ാമത്തെ വയസ്സിൽ ജോലിക്ക് പോയി തുടങ്ങിയ ആളാണ് സാറ്. അതിനെക്കുറിച്ച് സാറ് പറഞ്ഞൊന്ന് കേട്ടോക്കാം. എന്റെ 18ാമത്തെ വയസ്സ് തൊട്ട് ജോലിക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അത്ര മോശമായ സാഹചര്യം അവസാനം ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഫിനാൻഷ്യലി ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ വന്നു. ഒരു രീതിയിലും ഞങ്ങൾക്ക് ഒരു 10 രൂപ കാശ് എടുക്കാനില്ലാത്തൊരു രീതി വന്നപ്പം ഞാൻ എന്റെ 18ാമത്തെ വയസ്സ് ജോലിക്ക് ഇറങ്ങി. അപ്പൊ ആ ടൈമിൽ എന്റെ അമ്മയ്ക്ക് ഒരു കൺസൾട്ടൻസി ഉണ്ടായിരുന്നു, അതായത് വീട്ടു ജോലിക്ക് വിടുന്ന ആൾക്കാർ. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇതുപോലെ ഏതെങ്കിലും ഒരു വീട്ടിൽ എന്നെ ജോലിക്ക് വിട്ടു, ഞാൻ പൊക്കോളാം, ഞാൻ ആ വീട്ടിൽ പോയി എല്ലാ ജോലിയും ചെയ്തോളാം, അവരുടെ കൂടെ നിന്നോളാം, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞാൻ അമ്മയ്ക്കും തരാം, നമ്മുടെ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകാം. ആ രീതി വരെ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 1-2 അടുത്ത് എനിക്ക് പറയാൻ ആഗ്രഹമില്ല, എന്നാലും ഞാൻ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട്. ഇതുവരെ എന്റെ ചാച്ചനെ പോലും അറിയില്ല. ഇപ്പോഴായിരിക്കും ചാച്ചനൊക്കെ അറിയാൻ പോകുന്നത്. പിന്നെ ചാച്ചന്റെ ഫാമിലിയിലുള്ള പകുതി മുക്കാൽ ആൾക്കാർക്കും അറിയില്ല എന്റെ അമ്മയും അച്ഛനും ഡിവോഴ്സ്ഡ് ആണെന്നുള്ളത്. കാരണം ഞാനിത് ഓർക്കാനും പറയാനും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയുടെ അടിയിലൊക്കെ ഞങ്ങളുടെ പപ്പയും അമ്മയും ഡിവോഴ്സ്ഡ് ആണെന്ന് അറിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ എത്രയെന്നും പറഞ്ഞാൽ ഞാനും ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അതുകൊണ്ട് ഞാൻ റിവീൽ ചെയ്തെന്നുള്ളൂ. ഇതിൻ്റെതായ ഇന്റിമസി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആളുകളൊക്കെ മറ്റൊരാളുടെ ലൈഫ് അറിയാതെ മറ്റൊരാളെ ചൂഷണം ചെയ്യും, മറ്റൊരാളുടെ കാര്യങ്ങൾ ഇടപെട്ട് അവരെ എത്ര നല്ല രീതിയിൽ അവർ ജീവിച്ചാലും അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ, നമ്മുടെ സമൂഹം, സൊസൈറ്റി. അതാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഇന്റിമസി ആയിട്ട് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാത്തത്. ഓക്കെ, അപ്പൊ അത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആളാണ് സാറ്. അമ്മയെ സഹായിക്കാൻ വീട്ടു ജോലിക്ക് വരെ പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് സാറുടെ ജീവിതം ഇതിൽ നിന്നെല്ലാം മെച്ചപ്പെട്ടതാണ്. എന്തായാലും ഇതിനെല്ലാം ശേഷമാണ് സാറ് ചാച്ചനെ പരിചയപ്പെടുന്നതും ഇവർ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നതും അതിനുശേഷം ഇവർ വിവാഹം കഴിക്കുന്നതും. എനിക്കിവിടെ തോന്നുന്നത് സാറ് ഇവിടെ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തത് തനിക്ക് തന്റെ അച്ഛന്റെയും അമ്മയുടെയും ഗതി വരുമോ എന്ന് പേടിച്ചിട്ടാവാം. എന്നാൽ ഇപ്പൊ ചാച്ചന് മൊത്തമുള്ള വിവാഹ ജീവിതത്തിൽ ഈ പറഞ്ഞ സാറ് സന്തുഷ്ടയാണ് കേട്ടോ. നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഇവർ ജീവിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. എനിവേ, ഇനി നമ്മൾ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. റീച്ചിന് വേണ്ടിയാണ് സാർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇവരുടെ കഥ കേട്ടിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നതെന്ന് മാത്രം. എനിക്കിങ്ങനെ ഇത് സാറ് റീച്ചിന് വേണ്ടി ചെയ്തതാണെന്ന് തോന്നാനുള്ള കാരണം, സാർ ഈ ലൈഫ് സ്റ്റോറി പറയുന്നതിന് മുമ്പേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എന്നെ ഇന്റിമേറ്റ് ആയിട്ട് അറിയാവുന്ന കുറച്ച് ആളുകൾ എന്റെ അടുത്ത് കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിവോഴ്സ്ഡ് ആയിട്ട് എന്തുകൊണ്ട് ഇത് സോഷ്യൽ മീഡിയ പറഞ്ഞില്ല എന്നുള്ളത്. ആക്ച്വലി നമ്മുടെ ലൈഫ് സ്റ്റോറി വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു റീച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. എനിവേസ് എന്തായാലും ഇങ്ങനെയുള്ള കമന്റുകൾ റിപ്പീറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇത് ലോങ് ആയിട്ട് പറയാമെന്ന്. കാരണം 3 മിനിറ്റിൽ അടങ്ങുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞാൽ പിന്നെ ആളുകൾ അത് വേറെ പല രീതിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ എന്റെ യൂട്യൂബിൽ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിന് സംശയമുള്ള, അതായത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതും ഞാൻ അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിവോഴ്സ്ഡ് ആയി എന്നും പറഞ്ഞിട്ട് ഇപ്പൊ മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകാതിരിക്കുകയോ ഒന്നും ഇല്ലല്ലോ. ഡിവോഴ്സ്ഡ് എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല, അതെനിക്കും അറിയാം. പക്ഷേ അല്ല, അത് എന്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആരെയും കയ്യിലെ കുഴപ്പം കൊണ്ടല്ല, അത് അവരുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അവരെ എന്റെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തും. കാരണം അവരെ എനിക്ക് അങ്ങനെ കളയാൻ പറ്റില്ല. അപ്പം അതൊക്കെ കൊണ്ടാണ്. അപ്പം ഞാൻ ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അറിയണം എന്നുള്ള ആളുകൾക്ക് അവിടെ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. കാണല്ലോ, സാധാരണ സാറുടെ വീഡിയോ കാണാതെ ഈ ഷോർട്ട് വീഡിയോ കാണുന്നവർ എന്തായിരിക്കും വിചാരിക്കുക, സാറിയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ്ഡ് ആയി എന്നല്ലേ. അതിനെക്കുറിച്ച് പറയുകയാണെന്നല്ലേ ആൾക്കാർ മനസ്സിലാക്കുക. നോക്കിക്കേ, ഇവിടെ തലയും വാരും ഇല്ലാതെയാണ് ഷോർട്സ് ഇട്ടിരിക്കുന്നത്. ഇത് വെറും കോൺസിഡന്റ് ആണെന്ന് പറയുന്നതിൽ എനിക്കൊട്ടും യോജിപ്പില്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാനൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോന്റെ ആവശ്യം തന്നെ ഇല്ല. പോരാത്തതിന് അത് ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടും സാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഷോർട്സ് അല്ലെങ്കിൽ സ്റ്റോറി വെക്കുന്നതിന് ഉദ്ദേശം എന്താണ്, ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി കൂടുതൽ ആൾക്കാർ ഈ വീഡിയോ കാണും. അത്രയും ഞാനും പറയുന്നുള്ളൂ. ഞാൻ സാറെ ഇവിടെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇവിടെ അച്ഛന്റെയും അമ്മയുടെയും ഡിവോഴ്സിന്റെ കാരണങ്ങളൊന്നും പറയാതെ മാന്യമായി തന്നെയാണ് സാർ വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ ഷോർട്ട് വീഡിയോ ഇട്ടതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.